രാജ്യത്തെ മുഴുവൻ ഭീതിയിലാഴ്ത്തി ജമ്മുകാശ്മീരിലെ പഹൽഗാമിലുണ്ടായ വൻ ഭീകരാക്രമണത്തിൽ മരണം 28 ഉയർന്നു. 27 പുരുഷന്മാരും ഒരു സ്ത്രീയും കൊല്ലപ്പെട്ടെന്നാണ് റിപ്പോർട്ട്. വിനോദസഞ്ചാരികൾക്ക് നേരെ ഇന്നലെയാണ് ഭീകരർ വെടിയുതിർത്തത്. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ കൊച്ചി ഇടപ്പള്ളി സ്വദേശിയായ രാമചന്ദ്രനുമുണ്ട്. കുടുംബത്തോടൊപ്പം വിനോദസഞ്ചാരത്തിനെത്തിയ രാമചന്ദ്രനെ മകളുടെ മുന്നിൽ വെച്ചാണ് ഭീകരർ വെടിയുതിർത്തത്. അദ്ദേഹത്തിന്റെ മൃതദേഹം ഇന്ന് വൈകുന്നേരത്തോടെ ഡൽഹിയിൽ എത്തിക്കും. തുടർന്ന് രാത്രി 7:30 കേരളത്തിലെത്തിക്കുമെന്നാണ് വിവരം. അതേസമയം പാകിസ്ഥാൻ ആസ്ഥാനമായുള്ള ഭീകര സംഘടനയായ ലഷ്കർ ഇ തോയ്ബയുടെ പ്രാദേശിക ശാഖയായ ദി റെസിസ്റ്റന്റ് ഫ്രണ്ട് ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തു. ആക്രമണത്തിന് പിന്നിൽ ലഷ്കർ ഭീകരൻ സെയ്ഫുള്ള കസൂരിയാണെന്നാണ് വിവരം. ആക്രമണകാരികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ സുരക്ഷാസേന ശക്തമാക്കിയിട്ടുണ്ട്. വിനോദസഞ്ചാരികളുടെ നേരെ വെടിയുതിർത്ത ഭീകരരിൽ ഒരാൾ തോക്കുമായി നിൽക്കുന്ന ചിത്രവും പുറത്തു വന്നിട്ടുണ്ട്. നിലവിൽ കൊല്ലപ്പെട്ട ആളുകളുടെ മൃതദേഹങ്ങൾ ശ്രീനഗറിൽ എത്തിച്ചിട്ടുണ്ട്. ഇവരുടെ പോസ്റ്റ്മോർട്ടം ശ്രീനഗറിൽ വെച്ച് തന്നെ നടത്താനാണ് തീരുമാനം. മൃതദേഹങ്ങൾ വിട്ടു നൽകാൻ 2 ദിവസം വരെ കാലതാമസം ഉണ്ടായേക്കാമെന്നും റിപ്പോർട്ടുകളുണ്ട്. അതേസമയം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ദ്വിദിന സൗദി സന്ദർശനം വെട്ടിച്ചുരുക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ തിരിച്ചെത്തി. ഭീകരാക്രമണത്തിന് പിന്നാലെ ലോകരാജ്യങ്ങൾ ഒന്നാകെ ഇന്ത്യക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ ഇന്ത്യക്കൊപ്പം അമേരിക്ക ശക്തമായി നിലകൊള്ളുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും ഇന്ത്യയിലെ ജനങ്ങൾക്കും ഞങ്ങളുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും ട്രംപ് വ്യക്തമാക്കി. ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവർക്ക് US വൈസ് പ്രസിഡന്റ് JD വാൻസും അനുശോചനം രേഖപ്പെടുത്തിയിരുന്നു. ഭീകരാക്രമണത്തെ ശക്തമായി അപലപിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും രംഗത്തെത്തി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും വിളിച്ചാണ് പുടിൻ നടുക്കവും ദുഃഖവും രേഖപ്പെടുത്തിയത്. എല്ലാവിധത്തിലുള്ള തീവ്രവാദ ശക്തികളെയും ചെറുക്കാൻ ഇന്ത്യക്ക് റഷ്യയുടെ പൂർണ്ണ പിന്തുണയുണ്ടാകുമെന്നും പുടിൻ ഉറപ്പു നൽകി.